നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്റർ പഠിക്കാനുള്ള മൈനർ കോഴ്സാണ് പ്രവാസവും സാഹിത്യവും എന്നത്. അതിലെ 3ാമത്തെ മൊഡ്യൂൾ പ്രവാസവും മലയാള നോവലും എന്നതാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ നോവലിനെ കുറിച്ച് പരിചയപ്പെടുമ്പം ഇതിലെ പ്രധാനമായിട്ട് നോവൽ എന്താണ് പറയുന്നത്, അതിലെ കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് ആ നോവലിൽ നമുക്ക് പഠിക്കാനുള്ള അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ നോവലിന്റെ കഥ എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട ഒരു ജനതയുടെ കഥ പറയുന്നതാണ് ഈ പ്രവാസവും സാഹിത്യവും എന്നതിലെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവല്. ഇതില് പ്രധാനമായിട്ടും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പരിണിതമായിട്ടുള്ള ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ, വേദനിക്കുന്ന മനുഷ്യരുടെ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ഇതിന്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് റൂത്താണ്, ഒരു മലയാളിയായിട്ടുള്ള റൂത്താണ്. ഈ റൂത്ത് വയനാട്ടിലെ ഒരു ഗ്രാമമായ പടമല എന്നൊരു സ്ഥലത്ത് ജനിച്ച റൂത്ത് ആണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ഈ റൂത്തിന് ചെറുപ്പത്തിൽ തന്നെ ഈ റൂത്തിന് മാതാപിതാക്കളെ നഷ്ടമായി. അപ്പം അതുകൊണ്ട് തന്നെ അവള് കന്യാസ്ത്രീകളുടെ സംരക്ഷണത്തിൽ വളരുകയാണ്. അപ്പം അതിനുശേഷം അവർ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുന്നു. നഴ്സിംഗ് പഠനത്തിന് ശേഷം റൂത്ത് റിയാദിൽ ജോലിക്ക് വേണ്ടി എത്തുകയാണ്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ റൂത്തും മറ്റ് 4 നഴ്സുമാരും ഒക്കെ വലിയ ചതിക്കുഴിയിൽ അവിടെ പെടുകയാണ്. അങ്ങനെ റിയാദിൽ നിന്ന് രക്ഷപ്പെട്ട് റൂത്ത് വയനാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അവിടെ നിന്നും റൂത്തിനെ ആൽബർട്ട് എന്നയാളെ വിവാഹം കഴിക്കുകയാണ്. പിന്നീട് ഈ ആൽബർട്ടിനും റൂത്തിനും തെരേസ, കാതറിൻ എന്ന 2 മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു വാഹനാപകടത്തിൽ പെട്ട് കിടപ്പിലായ ആൽബർട്ടിനെയും അതുപോലെ തന്നെ റൂത്തിന്റെ മക്കളെയും ഒക്കെ പോറ്റാൻ വേണ്ടിയിട്ട് റൂത്ത് വീണ്ടും പ്രവാസിയായിട്ട് ദുബായിലേക്ക് എത്തുകയാണ്. ദുബായിലും റൂത്തിനെ കാത്തിരുന്നത് വൻ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ റൂത്ത് അവിടെ നിന്നും നീന എന്ന ഒരു സുഹൃത്തിന്റെ സഹായത്താൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. റൂത്ത് നീനയുടെ സഹായത്തോടു കൂടി തന്നെ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ഒരു മലയാളി സംഘത്തോടൊപ്പം ചേർന്ന് ഇസ്രായേലിലെത്താണ്. ഫാദർ അലോഷ്യസ് എന്നുള്ള ഒരു അച്ഛൻ നയിക്കുന്ന ഒരു തീർത്ഥാടക സംഘമുണ്ട്. ആ സംഘത്തിന്റെ കൂടെ ചേർന്നിട്ട് ഇസ്രായേലിലെത്താണ്. അവിടെ നസ്രത്ത് എന്ന ഗ്രാമത്തിലെ ദാവീദ് മെനഹ് എന്നയാളുടെ വീട്ടില് മെത്തപ്പലത്ത്, അതായത് കെയർ ഗീവർ ആയിട്ട് 4 വർഷം റൂത്ത് ജോലി ചെയ്യാണ്. ഈ 4 വർഷം റൂത്ത് കടന്നു പോകുന്ന ജീവിതത്തെയാണ് ഈ നോവല് അവതരിപ്പിക്കുന്നത്. ഇനി റൂത്തിന് അവിടെ മെത്തപ്പലത്തായിട്ട് ജോലി ചെയ്യുമ്പോഴും നസ്രത്ത് എന്ന പേരിൽ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നസ്രത്ത് എന്ന പേരിൽ ചെയ്യുന്ന വ്ളോഗിലൂടെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെയും രക്തവിലാപങ്ങളുടെയും അവസ്ഥ ഈ റൂത്ത് ലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്നത് ഹമാസ് തീവ്രവാദിയായിട്ട് മുദ്രകുത്തിയ ഇസ്രായേൽ വേട്ടയാടുന്ന സഹൽ എന്ന യുവാവിന്റെയും അയാളുടെ ആത്മസുഹൃത്തായ ആഷറിന്റെയും അനുഭവങ്ങളിലൂടെയാണ് ഈ നോവല് പുരോഗമിക്കുന്നത്. അപ്പൊ ഈ ആഷർ എന്ന് പറയുന്ന വ്യക്തി ഈ റൂത്ത് മെത്തപ്പലത്തായിട്ട് ജോലി ചെയ്യുന്ന വീട്ടിലെ മകനാണ്. അവിടെയുള്ള മാതാപിതാക്കന്മാരുടെ മകനാണ് ഈ ആഷർ. ആഷറിന്റെ സുഹൃത്താണ് സഹല്. ഈ സഹലിനെയാണ് പ്രധാനമായിട്ടും ഹമാസ് തീവ്രവാദിയായിട്ട് മുദ്രകുത്തിയിട്ട് വേട്ടയാടുന്നത്. ഇനി ജൂതമതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം എന്നിവയിലെ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. ആ ഇസ്രായേലാണ് ഈ നോവലിന്റെ കഥാപരിസരം എന്ന് പറയുന്നത്. ഇവിടെ ഈ നോവലില് ക്രിസ്ത്യൻ സ്ത്രീയായി റൂത്ത് ഒരു ജൂത കുടുംബത്തിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം യുവാവ് സഹലിന് വേണ്ടിയിട്ട് കരയുന്നു എന്നതാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി ഇത് മനുഷ്യത്വത്തിന്റെ ഒരേ ഒരു രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വേറെ പൊളിറ്റിക്സ് ഒന്നും ഈ നോവലിൽ കൊണ്ടുവരുന്നില്ല. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമുണ്ട്, അതിന് നമ്മൾ വേറൊരു രാഷ്ട്രീയപരമായിട്ട് ചർച്ചകളിലല്ല, മറിച്ച് മനുഷ്യത്വം എന്നുള്ള രാഷ്ട്രീയം മാത്രമേ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുള്ളൂ. ഇനി കഥയിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ അനാഥനായ ഒരു പാലസ്തീൻ യുവാവായിട്ടുള്ള സഹൽ അൽഹാദിക്കും ഈ സഹലിന്റെ ഒരേ ഒരു പെങ്ങളായിട്ടുള്ള സാറ അൽഹാദിക്കും വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച് പോരാടുന്ന ആഷർ മെനഹം എന്ന യുവാവിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ സഹായിക്കുന്ന ഈ റൂത്ത് എന്ന മലയാളി യുവതിയുടെയും ജീവിതം പറഞ്ഞുകൊണ്ടാണ് ഈ നോവലിന്റെ കഥ പുരോഗമിക്കുന്നത്. ഇവിടെ ഈ ലോകം ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വിഭജിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരു പുതിയ സ്നേഹകർമ്മം പ്രവിയെടുക്കണമെന്ന് ഈ നോവല് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. ഈ നോവലിൽ നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, ധാരാളം കഥാപാത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കഥാപാത്രങ്ങൾ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക്, ആദ്യത്തെ 3 അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1ാമത്തെ അധ്യായമാണ് സഫ മർവ എന്നുള്ള അധ്യായം. ഇവിടെ ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഈ നോവലിന്റെ കഥ ആരംഭിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2021 മെയ് 10 തിങ്കളാഴ്ചയാണ്. അപ്പൊ അവിടെ ആദ്യം തന്നെ പറയുന്നത് ആഷർ പുരാതന നഗരമായിട്ടുള്ള ഇവിടെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് ഗേറ്റിനരികിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഈ
ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് ജെറുസലേമിലെ വിശുദ്ധ മലയാണ്. അത് ക്രൈസ്തവരുടെ കാൽവരിയാണ്, യഹൂദരുടെ സോളമന്റെ ദേവാലയമാണ്, മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്ക്, അൽ അക്സ മോസ്ക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജെറുസലേമിലെ വിശുദ്ധഗിരി എന്ന് അറിയപ്പെടുന്ന ഇത്. ഇവിടെ ഈ കഥാസന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ റമദാൻ അവസാനിക്കുകയാണ്. അപ്പൊ റമദാനിന്റെ നിസ്കാരത്തിന് വേണ്ടിയിട്ട്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മസ്ജിദുൽ അക്സയിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഹല് പ്രാർത്ഥിക്കാൻ എത്തുന്നത് നോക്കിയിട്ട് ആഷർ അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഈ അലക്സ വളപ്പില്, ഇവിടെ ഈ പള്ളിയുടെ വളപ്പില് ഈ പോലീസ് വളരെയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹല് ഇങ്ങനെ അകത്ത് കയറും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആഷർ അവിടെ നിൽക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സഹല് അതിനുള്ളിലേക്ക് കയറും എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയാണ് ആഷർ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ ആ പള്ളിയുടെ മസ്ജിദിന്റെ അടുത്ത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പൊ പോലീസ് ഉടനെ അവിടേക്ക് ഓടിയെടുക്കുന്നുണ്ട്. അപ്പൊ ആളുകളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു വീഡിയോ ലൈവായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന് താഴെ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ എന്തിനാണ് ഇവരെ ഞങ്ങളുടെ അക്സ പള്ളി ആക്രമിക്കുന്നത് എന്ന് വാരിയർ ഓഫ് ഫ്ലൈറ്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ ജാവേദ് എന്നൊരാൾ രോഷത്തോടു കൂടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഷർ അവിടെ സഹലിനെ പ്രതീക്ഷിച്ച് നിൽക്കാൻ, സഹലിനെ എവിടെ കാണുന്നില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കല്ലിറക്കി ഉണ്ടാകുന്നുണ്ട്. ആഷറിന്റെ അടുത്തൂടെ ഇങ്ങനെ തൊട്ടില്ല എന്ന മട്ടില് ഒരു കല്ല് പാഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ മാസ്ക് എവിടെ, എന്തിനോട് നിൽക്കുന്നു, വീട്ടിൽ പോവുക, ഈ ഭ്രാന്തന്മാരൊക്കെ ഇവിടെ ഇളകിയിരിക്കുന്ന കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്നിട്ടും ആഷർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹലിനെ കണ്ടുമുട്ടാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. എന്നിട്ട് ചിന്തിക്കുകയാണ്, കുറെ നേരമായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എവിടെ പോയി അന്വേഷിക്കുക, അവനെ എവിടെയാ പോയി അന്വേഷിക്കുക. ഇനി ഇവിടെ മുസ്ലിം ക്വാർട്ടറിലെ സഫാമർമ കോഫി ഷോപ്പിലെ സുലൈമാന്റെ അടുത്തേക്ക് പണ്ട് സഹലിനൊപ്പം കയറി ചെന്നത് ആഷർ പെട്ടെന്ന് ഓർക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് സുലൈമാന് അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകാൻ വേണ്ടി കഴിയുമെന്ന് ചിന്തിച്ചിട്ട് ആഷർ അങ്ങോട്ടേക്ക് ഈ സുലൈമാന്റെ കോഫി ഷോപ്പിലേക്ക് നടന്നു പോവാണ്. ആഷർ നോക്കുന്നുണ്ട്, മൊബൈൽ ഫോണിൽ വിളിക്കാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അത് ചിന്തിക്കുകയാണ്, ഈ സഹലിന്റെ മൊബൈൽ ഫോണ് എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. പിന്നെ പെട്ടെന്ന് തന്നെ ആഷറിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, ഒരുപക്ഷെ ഇനിയെങ്ങാനും അവൻ, അതായത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹല് ആ പോലീസുകാരുടെ കസ്റ്റഡിയിൽ എങ്ങനെ കുടുങ്ങി കാണുമോ എന്നുള്ളൊരു പേടിപ്പിക്കുന്ന ചിന്ത കൂടെ ആഷറിന്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആഷറിന്റെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ആഷറിന്റെ പെങ്ങള് ലയയാണ്, പരിഭ്രമത്തോടു കൂടി വിളിക്കുകയാണ്. അപ്പോ ലയനോട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ലയ പറയാണ്, ഇപ്പൊ ലൈവില് കണ്ടായിരുന്നു ആഷർ ഇങ്ങനെ ഈ പോലീസിന്റെ ഒക്കെ ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് അപകടത്തിലാണ്, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാനൊക്കെ ലയ പറയുന്നുണ്ട്. അപ്പോൾ ആഷർ പറയാണ്, ലയ സഹല് അപകടത്തിൽ, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ആകുലപ്പെട്ടുകൊണ്ട് ആഷർ പറയുമ്പോൾ ലയ പറയാണ്, മണ്ടത്തരം കാണിക്കലേ, അതിനുള്ള നേരമല്ല ഇപ്പം, വേഗം വീട്ടിൽ പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലയ വളരെ കടുപ്പിച്ച് തന്നെ ആഷറിന്റെ അടുക്കൽ സംസാരിക്കുകയാണ്. തുടർന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഈ ആഷർ ലയൺസ് ഗേറ്റിലൂടെ മുസ്ലിം ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മുസ്ലിം ക്വാർട്ടറിലെ ഇടുങ്ങിയ നടപ്പാതയിലൂടെ ഇങ്ങനെ പതുക്കെ മുമ്പോട്ട് നടക്കുകയാണ്. പക്ഷെ നടക്കുമ്പോഴൊക്കെ അവിടെ മുഴുവൻ മൂകമാണ്, ആ കവല മുഴുവൻ മൂകമായിട്ടിരിക്കുന്നു. അവിടെ വഴിവാണിപ്പക്കാര്, അവിടെ സൈഡിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരില്ല, സന്ദർശകരില്ല, അവിടെയുള്ള ഷോപ്പുകൾ മിക്കതും തന്നെ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആഷർ ചിന്തിക്കുകയാണ്, മിക്കവാറും ആ കഫയും അടച്ചു കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആഷർ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ആഷറിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പേടി എങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന പേടി. അങ്ങനെ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കടയില് അപായകൾ വിൽക്കുന്ന ഒരു വൃദ്ധൻ അവിടെ വൃദ്ധനെ ആഷർ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ആ വൃദ്ധന് ചെയ്യുന്ന ചാനലില്, തന്റെ കടയിലെ ചാനലിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആഷർ എത്തി നോക്കിയപ്പോൾ അയാൾ പെട്ടെന്നൊന്ന് പേടിച്ചു പോവാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ കുഞ്ഞ ഈ നേരത്ത്, ആരെങ്കിലും അന്വേഷിക്കുകയോ തിരക്കാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആഷറിനെ കടയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആഷർ വൃദ്ധനോട് ചോദിച്ചു, എന്താ ബാബ, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൃദ്ധനായ മനുഷ്യൻ പറയാണ്, എന്റെ മോനെ പോലീസുകാർ കൊണ്ടുപോയി, അവന് ആ താന്തോന്നി ഒരു കല്ലെറിഞ്ഞതാണ് പ്രശ്നം, ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുമെന്ന് എനിക്കറിയത്തില്ല, അവനെ കൂടാതെ എനിക്ക് വീട്ടിലേക്ക് പോകാനും പറ്റില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാമ എന്നെ കൊല്ലും. അങ്ങനെ വൃദ്ധൻ സങ്കടത്തോടും രോഷത്തോടും കൂടെ ഒക്കെ പറയുകയാണ്. അപ്പൊ അന്നേരം ആഷർ ചോദിക്കുന്നുണ്ട്, അവനെറിഞ്ഞത് വെറും കല്ലല്ലേ ബാബ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അന്നേരം വൃദ്ധൻ മറുപടി പറഞ്ഞു, അത് തന്നെയാണ് പ്രശ്നം, അവനെറിഞ്ഞ ഒരു കല്ലിന് പകരം ഈ രാത്രി ഈ എത്ര മിസൈലുകൾ ഇസ്രായേല് ഇനി പറത്തും എന്ന് അറിയത്തില്ല, എത്ര പാലസ്തീനികളെ ജീവിതം എടുക്കുമെന്ന് പോലും അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ഒരു വളവിനപ്പുറം അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ ഒരു ബോർഡ് ആഷറിന്റെ കണ്ണിൽപ്പെടുകയാണ്, സഫ മർവ എന്നുള്ള ബോർഡ്. അപ്പൊ പെട്ടെന്ന് ചോദിക്കണം, ബാബ കോഫി ഷോപ്പിലെ സുലൈമാനെ അറിയോ,
ഞാൻ അയാളെ അന്വേഷിച്ചു വന്നതെന്ന് ആഷിർ വളരെ പ്രതീക്ഷയോടുകൂടെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ വൃദ്ധൻ പറഞ്ഞു, കോഫി ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 30 സെക്കൻഡും കൂടെ വൈകിപ്പോയി ആ കോഫി ഷോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അവൻ അകത്തായി, അവനെ അവര് പിടിച്ചുകൊണ്ടുപോയി എന്ന് ആ വൃദ്ധൻ പറഞ്ഞു. അന്നേരം ആഷിർ ചോദിച്ചു, എന്തിനാ അവര് അദ്ദേഹത്തെ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചപ്പം ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, ആ കടയിലെ കോഫി ഷോപ്പില് ഒരു പയ്യൻ വരാറുണ്ടായിരുന്നു, ഒരു കോളേജ് കുട്ടിയാണ് തോന്നുന്നു, ഇന്നും കണ്ടിരുന്നു. അപ്പൊ അവൻ എവിടെയാണ് ചോദിച്ച സുലൈമാനെ അവര് ചോദ്യം ചെയ്ത് പറയില്ല എന്ന് പറഞ്ഞിട്ടും അവനെ നിലത്തിട്ട് അവര് ചവിട്ടിയ പോലീസുകാർ ചവിട്ടി. പക്ഷെ എത്ര ചവിട്ട് കൊണ്ടിട്ടും അവനൊന്നും പറഞ്ഞില്ല എന്ന് ആ വൃദ്ധൻ മറുപടി പറയാണ്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ആഷിർ തരിച്ചിരിക്കുകയാണ്. കാരണം ഈ സുലൈമാനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാകുക അത് തീർച്ചയായിട്ടും സഹൽ തന്നെയായിരിക്കും. അത് സഹൽ ഇന്നും ഇവിടെ വന്നിരുന്നോ എന്നുള്ള ആ ഒരു പെട്ടെന്നുള്ള പേടിയിൽ ആഷിർ തരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വൃദ്ധൻ എണീറ്റ് കടയുടെ വാതിൽ മെല്ലെ ചാരി ഇട്ടിട്ട് പറഞ്ഞു, വിളക്കുകൾ കെടുത്തിട്ട് പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ പ്രകാശമായിരിക്കും നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്. അതായത് അവിടെ വെട്ടം തെളിഞ്ഞിരിക്കുന്ന കണ്ടാൽ ഒരുപക്ഷെ പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആഷിർ പരിഭ്രാന്തിയോടും ആശങ്കയോടും കൂടി തന്നെ വാരിയർ ഓഫ് ലൈറ്റ് എന്നുള്ള ആ ഫേസ്ബുക്ക് പേജ് മൊബൈലിൽ ഒന്നും കൂടി എടുത്തിട്ട് അതിലെ വീഡിയോയിലെ രംഗങ്ങൾ തപ്പുകയാണ്. അക്സയിലെ രംഗങ്ങൾ തപ്പി നോക്കിയപ്പം അവിടെ ചുവന്ന തൊപ്പിയില് മുഖം മുക്കാലും മറച്ച ഒരാൾ ആൾക്കൂട്ടത്തിൽ തെന്നി നീങ്ങുന്നത് ആ വീഡിയോയിൽ ആഷിർ ശ്രദ്ധിച്ചു. അപ്പൊ ഇടയ്ക്ക് മുഖം ഒന്ന് പെട്ടെന്ന് വെളിപ്പെട്ട സമയത്ത് സൂം ചെയ്ത് ആ മുഖത്തിന്റെ പാതിയില് വലത് കവിളിലെ വലിയ മറുക് ആഷിർ കണ്ടു. അപ്പോ അത് കണ്ടപ്പോൾ ആഷിറിന് മനസ്സിലായി അത് തന്റെ സുഹൃത്ത് സഹലാണെന്ന് ആഷിറിന് മനസ്സിലാക്കുകയും ചെയ്യാണ്. അപ്പൊ അന്നേരം ആഷിർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇന്നും തന്റെ സുഹൃത്ത് സഹല് പള്ളിയിൽ കടന്നിരിക്കുന്നു എന്ന് ആഷിറിന് മനസ്സിലായി. ആ സമയത്ത് ആ വൃദ്ധൻ ചോദിച്ചു, സുലൈമാനെ, ഈ കഫേ നടക്കുന്ന സുലൈമാനെ എങ്ങനെ അറിയാമെന്ന് വൃദ്ധൻ ചോദിച്ചപ്പം ആഷിർ മറുപടി പറഞ്ഞു, അവിടെ വരാറുള്ളത് പോലീസുകാർ അന്വേഷിച്ചു വന്ന വ്യക്തി എന്റെ സ്നേഹിതനാണ് ബാബ എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ വൃദ്ധൻ മേശവലിപ്പിൽ നിന്നൊരു പോക്കറ്റ് ഡയറി എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, ഇത് സുലൈമാന്റെ പോക്കറ്റിൽ താഴെ വീണതാണ്, അല്ല വീണുപോയതല്ല, അവരവനെ തള്ളിയിട്ടപ്പം അവനിത് ദൂരേക്ക് എറിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയറി ആഷിറിന് ആ വൃദ്ധൻ കൊടുത്തു. അത് ആഷിർ പെട്ടെന്ന് തന്നെ ആ ഡയറി മേടിച്ച് തിടുക്കത്തിൽ നോക്കുകയാണ്. അതില് മസാദയുടെ ചില പെൻസിൽ സ്കെച്ചുകൾക്ക് താഴെ സ്കെച്ചുകൾ കണ്ടു. അതിന് താഴെ SIF എന്ന് ഇനീഷ്യലും ചേർത്തിട്ടുള്ളതായിട്ടും കണ്ടു. SIF എന്ന് വെച്ചാൽ സഹൽ അൽ ഫാദി, അതായത് സഹലിന്റെ മുഴുവൻ പേരാണ്. അത് ഡയറിക്ക് താഴെ ഇനീഷ്യലും ചേർത്തിരിക്കുന്നതായിട്ടും ആഷിർ കാണുകയാണ്. ഈ മസാദ എന്ന് പറയുന്നത് ഈ ചാവുകടലിന്റെ തീരത്ത് യൂദ മരുഭൂമിയുടെ മലമുകളിലുള്ള പുരാതനമായിട്ടൊരു കോട്ടയാണ്. അപ്പൊ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരൊക്കെ സത്യപ്രതിജ്ഞ ഒക്കെ നടക്കുന്നത് ഈ മസാദയിൽ വെച്ചാണെന്നും കൂടെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇദ്ദേഹം ആഷിർ റൂത്തിനെ ഓർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വയനാട് പടമലയിൽ ജനിച്ച റൂത്തിനെ ഓർക്കാണ്. അപ്പൊ റൂത്ത് ആണ് ആബായെ പരിചരിക്കുന്ന മെത്തപ്പെലേത്ത്. ആബ എന്ന് വെച്ചാൽ ഈ ആഷിറിന്റെ പിതാവിനെ പരിചരിക്കുന്ന കെയർ ടേക്കറാണ്. മെത്തപ്പെലേത്താണ് റൂത്ത്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട്, ഒരു മെത്തപ്പെലേത്തിനേക്കാൾ ഉപരിയായിട്ട് തന്റെ പെങ്ങളോ കൂട്ടുകാരിയോ ഒക്കെയാണ് ഈ റൂത്ത് എന്ന് ആഷിർ ഓർക്കുകയാണ്. അപ്പൊ ഈ റൂത്തിനൊരു വ്ളോഗ് ഉണ്ട്. ചാനലിന് വേണ്ടിയിട്ട് ഹെറോദിന്റെ കോട്ടയും പ്രാചീന ശൈലവും പകർത്താൻ വേണ്ടി മസാദയിൽ അവൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ആഷിർ ഓർക്കുകയും ചെയ്യാണ്. അങ്ങനെ ആഷിർ ആ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ചതിന്റെ അവസാനം കണ്ടു, സ്കോളർഷിപ്പ് റെഡി, റീച്ച് അമ്മാൻ ബൈ മെയ് 15 എന്നുള്ള കുറിപ്പ് കണ്ടു. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടി സമയമായിരിക്കും, സഹലിന് പോകാൻ വേണ്ടി സമയമായി. അമ്മാനിൽ എത്തിക്കിട്ടിയാല് ക്വീൻ ആലിയ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ തന്റെ കൂട്ടുകാരൻ സ്വാതന്ത്ര്യത്തിലേക്ക് പഠിക്കാൻ വേണ്ടി മറ്റൊരു ലോകത്തിലേക്ക് പറക്കും, അങ്ങനെ അവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു കുറിപ്പും കൂടി ആ ഡയറിയിൽ കണ്ടപ്പം ആഷിറിന് ഭയങ്കര സന്തോഷമായി. അവൻ ഇവിടെ ഈ ഒരു പ്രവർത്തനത്തിൽ മുഴുകാതെ അവൻ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവൻ പോവുകയാണെന്നുള്ള ഒരു വാർത്ത ആ കുറിപ്പിൽ കണ്ടപ്പം ആഷിറിന് ഒത്തിരി അധികമായിട്ടുള്ള സന്തോഷം വരികയാണ്. പക്ഷെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് എങ്ങനെയാണ് അക്കരയ്ക്ക്, കണ്ണിൽപ്പെടെ ജോർദാന്റെ അക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി സഹലിനെ എത്തിക്കാൻ വേണ്ടി കഴിയുക എന്ന് ആഷിർ ചിന്തിക്കണം. അപ്പൊ അവസാനം ആഷിർ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക്, അതായത് അമാനിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു കൺസൈൻമെന്റ് പോകാനുണ്ട്, പക്ഷെ എൻ്റെ മകനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിരിക്കുകയാണല്ലോ, കൊണ്ടുപോയിട്ടിരിക്കുകയാണ്, അപ്പൊ ആദ്യം അവനെ പുറത്തിറക്കണം, അതുകൊണ്ട് എനിക്കിപ്പം പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പം ആഷിർ പറയാണ്,
എനിക്ക് അമ്മാൻ വരെ പോകാനുണ്ട്, ഞാൻ കൊണ്ടുപോയാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ വൃദ്ധൻ പറയാണ് ഭയങ്കര ഉപകാരമാണ്, നാളെ ലോഡ് എത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് നെടുവേർപ്പെടുകയാണ്. ആ സമയത്ത് അയാൾ പിക്കപ്പ് വാനിന്റെ ഡ്രൈവറെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ആഷറിനെ പരിചയപ്പെടുത്തി നാളെ കാലത്ത് തന്നെ അമാനിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആഷർ അവിടെ നിന്നും തിടുക്കത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന സമയത്താണ് ആഷർ ചിന്തിച്ചത് ആ മനുഷ്യന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആഷിർ ഒരു വാർത്ത കണ്ടു. ഹമാസ് തീവ്രവാദിക്ക് രാത്രി അബായ ഷോപ്പിൽ അഭയം നൽകിയ പാലസ്തീനി വെടിയേറ്റ് മരിച്ചു. അതായത് വൃദ്ധൻ വെടിയേറ്റ് മരിച്ചു എന്നുള്ളൊരു വാർത്തയും കൂടെ പത്രത്തിൽ കണ്ടു. അപ്പൊ അന്നേരം ആഷിറിന് വിളിച്ചു പോകാൻ തോന്നി. അതായത് അല്ലക്സിയിൽ പോലീസ് നേരെ കല്ലെറിയാൻ നിന്ന സ്വന്തം മകനെ കുരുത്തം കെട്ടവനെന്ന് വിളിച്ച പിതാവാണോ ഹമാസ് അനുയായി എന്ന് പറയുകയാണ്. അതായത് ഹമാസിനെ അനുകൂലിച്ച് കല്ലെറിഞ്ഞ തന്റെ മകനെ കുറ്റം വിധിച്ച ഒരു നല്ല മനുഷ്യനായിരുന്ന വൃദ്ധൻ, ആ മനുഷ്യനെയാണോ ഒരു തീവ്രവാദി എന്ന് മുദ്ര കുത്തിയിട്ട് വെടിവെച്ച് കൊന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് പറയാണ് മൊസാദിന് ഈ കാര്യത്തിലൊക്കെ പിഴയ്ക്കുകയാണല്ലോ. മൊസാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേലിന്റെ രഹസ്യ ചാര സംഘടനയാണ്. അവർക്ക് ഈ കാര്യത്തിലൊക്കെ പിഴവ് പറ്റുകയാണല്ലോ എന്നും കൂടെ ആഷർ ചിന്തിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഈ ലോകമാധ്യമങ്ങളിൽ വീണ്ടും ഈ ജെറുസലേമിലെ യുദ്ധങ്ങളും ഒക്കെ കൊടുമ്പിരി കൊണ്ടാണ് ലോകമാധ്യമങ്ങളിൽ ജെറുസലേം വീണ്ടും ശ്രദ്ധ ആകർഷിക്കുകയും കൂടെ ചെയ്യാണ്. അതും പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി രണ്ടാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് നസ്രത്ത് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ അധ്യായം നസ്രത്ത് എന്നത് നമുക്കറിയാം ഈ റൂത്തിന്റെ ചാനലിന്റെ പേരാണ്. അപ്പൊ രണ്ടാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ തന്റെ ബ്ലോഗിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് റൂത്ത് പറയുന്നത് കൂടെയാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം പറയാണ് ഇത് റൂത്ത് ആൽബർട്ടിന്റെ വീഡിയോ ബ്ലോഗ് നസ്രത്തിന്റെ മുഖമൊഴി എന്ന് പറയുകയും കൂടെ ചെയ്യാണ്. നമുക്കറിയാം റൂത്തിന്റെ ഈ ബ്ലോഗ് തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് 1-2 മാസത്തിനുള്ളിൽ തന്നെ ഒരു 1,00,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ടാകാണ്. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് നസ്രത്തിന്റെ അതായത് ഈ ചാനലിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ആഷറിന് പോലും അതിശയമാണ് എങ്ങനെ ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എന്നുള്ള കാര്യം. പക്ഷെ റൂത്ത് ചെയ്യുന്ന വിശുദ്ധ നാട്ടിലെ കാഴ്ചകൾ ചിത്രീകരിക്കുകയാണ് റൂത്ത് ചെയ്യുന്നത്. വെറുതെ കൂട്ടുകാരുടെ കൂടെ പിക്നിക്ക് പോകുന്ന മൂഡിലുള്ള ഒരു പോക്ക് അത്രമാത്രം അത് ആണ് ചിത്രീകരിച്ച് ചാനലിൽ ഇടുകയും ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധി എന്നുള്ള രീതിയിൽ റൂത്ത് അതിലിടുന്നുണ്ട്, ചാനലിൽ ഇടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധി. അന്ന് തന്നെ റെക്കോർഡിങ്ങും എഡിറ്റും എല്ലാം ചെയ്യണം. ഒരു സ്മാർട്ട് ഫോണിലാണ് ഈ വികൃതികളും സകലത ഒപ്പിക്കുന്നതെന്നൊക്കെ റൂത്ത് ഇങ്ങനെ തന്റെ ചാനലിൽ ഇടുന്നുണ്ട്. പക്ഷെ ഈ റൂത്തിന്റെ ഈ ചാനൽ എല്ലാവർക്കും ഒത്തിരിയധികമായിട്ട് ഇഷ്ടമാണ്. ഒരിക്കലും നേരിൽ കാണാൻ ഇടയില്ലാത്ത പുണ്യഭൂമിയും കർത്താവിന്റെ പാദം പതിഞ്ഞ പാതകളും ഒക്കെ കൺമുമ്പിൽ എത്തിക്കുന്നവരോടുള്ള സ്നേഹമാണ് നസ്രത്തിൽ വരുന്ന സന്ദേശങ്ങളിൽ മിക്കതുമെന്ന് ഇവിടെ എഴുതി ചേർക്കുകയും ചെയ്യണം. അതായത് വിദൂരദേശത്തിലെ ആളുകൾക്ക് ഇവിടെ ഈ ഒരു വിശുദ്ധ നാട്ടിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ അവിടെയുള്ള കാഴ്ചകളെല്ലാം റൂത്ത് തന്റെ ചാനലിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും റൂത്തിന്റെ ചാനൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഫോളോവേഴ്സിന് ചിലര് അവളെ സ്വന്തം അനുജത്തിയായിട്ട് കരുതുന്നു, ചിലര് ചേച്ചിയായിട്ട് കരുതുന്നു, ചിലര് മകളായിട്ട് കരുതുന്നു, ചിലര് ആ റൂത്തിന്റെ അടുക്കൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനെല്ലാം റൂത്ത് ഒരു സ്മൈലി മാത്രം മറുപടിയായിട്ട് ഇടുകയും ചെയ്യുകയാണ്. അതാണ് ഈ നസ്രത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. പിന്നീട് ഈ 2021 ഏപ്രിൽ 1 പെസഹ വ്യാഴത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ അധ്യായം പുരോഗമിക്കുന്നത്. അതായത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മ ദിവസം. പെസഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രൈസ്തവർക്ക് കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ ദിനമാണ്. അതായത് പുളിക്കാത്ത അപ്പത്തിന്റെ തിരുനാൾ. അപ്പൊ അന്ന് നസ്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. നസ്രത്ത് ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസ്റ്റ് വരികയാണ്. അതായത് വെളുത്ത ചുണ്ണാമ്പുകല്ലിൽ പണിത മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം. അത് വടക്ക് താഴ്വാരത്തേക്ക് നിസ്സംഗമായിട്ട് പതിക്കുന്ന പുരാതനമായിട്ടുള്ള കൽപ്പടവുകൾ, ആ ദേവാലയത്തിൽ നിന്നും താഴേക്ക് പോകുന്ന പുരാതനമായിട്ടുള്ള കൽപ്പടവുകൾ. അപ്പൊ അതിനുശേഷം പറയാണ് കൂട്ടുകാരെ ഇതാണ് മക്കാബി പടവുകൾ. മലമുകളിലെ നഗരത്തിൽ നിന്നും കെദ്രോൺ താഴ്വരയിലേക്ക് പണ്ടുണ്ടായിരുന്ന പാത. അവസാനം അത്താഴവും കഴിഞ്ഞ് കുന്നിറങ്ങി ഒരു മലയിൽ ഗെത്സമേൻ തോട്ടത്തിലേക്ക് ഈശോ നടന്നു പോയ പാത എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആ ബ്ലോഗ് പുരോഗമിക്കുകയാണ്. അതായത് അതിനുശേഷം ഇവിടെ റൂത്ത് പറയുന്നുണ്ട് ഈ മുറ്റത്ത് അതായത് ദേവാലയത്തിന് മുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോട്, അതായത് പത്രോസിനോട് പണ്ട് ഒരു സ്ത്രീ ചോദിച്ചു, നീ യേശുവിന്റെ സ്നേഹിതനല്ലേ? അപ്പൊ പത്രോസ് പറഞ്ഞു ദൈവത്താണ്, അവനെ അറിയില്ല എന്ന് അയാളെ നിഷേധിച്ചു. അപ്പോൾ ആ സമയത്ത് കോഴി കൂവാണ്. അപ്പൊ അന്നേരം പത്രോസ് ഓർക്കാണ് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നിന്നെ തള്ളി പറയുമെന്ന് ഈശോ പറഞ്ഞ കാര്യം കൂടെ പത്രോസ് അവിടെ ഓർക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ചത്തെ വ്ളോഗ് ഈ റൂത്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതിനുശേഷം റൂത്ത് അവിടേക്ക് വന്നിട്ട് ഒരു ഗുഹയിലേക്ക് കയറുകയാണ്. അതായത് കർത്താവിനെ തടവിലിട്ട ഗുഹയിലേക്ക്. അവിടെ പറയുന്നുണ്ട് നമ്മുടെ തമ്പുരാനെ ഒരു രാത്രി തടവിലിട്ട ഗുഹയിലേക്ക് ഇറങ്ങുകയാണ്. റോമക്കാരുടെ കാലത്ത് ഈ നിലവറയും ജലസംഭരണിയും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചതാ ഈ ജാതി ഗുഹകൾ എന്ന് പറയുകയാണ്. അതായത് അവിടെ ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ
തടങ്കലിൽ പറപ്പിച്ച ഗുഹയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് റൂത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അതിനുശേഷമൊക്കെ പറയുന്നുണ്ട്, അതായത് എല്ലാവരും തള്ളി കളയപ്പെട്ട, പരിത്യജിക്കപ്പെട്ട, അവസാനം പീഡിപ്പിക്കപ്പെട്ട, കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് സന്ദർശകർക്ക് ശല്യമുണ്ടാക്കാതെ ഈ ഗുഹയുടെ ഒരു ഭാഗത്തേക്ക് മാറിയാണ് നിന്നുകൊണ്ടാണ് റൂത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അവസാനം പറഞ്ഞെത്തിയപ്പോഴത്തേക്കും റൂത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ട്. അപ്പൊ എന്താണ് പതിവില്ലാത്ത വണ്ണം ഒരു സീനാക്കിൽ നിന്ന് ഒരു ഇങ്ങനെ കരച്ചിലൊക്കെ എന്ന് പ്രേക്ഷകർ സംശയിക്കുന്ന സമയത്ത് റൂത്ത് പറയാണ്, അതായത് കണ്ടുമുട്ടിയ അനേകരിൽ ഞാൻ ആ ഏകാഗിയെ കണ്ടു, പരിത്യക്തനെ കണ്ടു, അപരന്റെ ചെയ്തികളാൽ പേടിയേൽക്കുന്നവരെ കണ്ടു, കുരിശിലേറ്റപ്പെടുന്നവരെ കണ്ടു, എനിക്ക് വേണ്ടി ചിലർ കുരിശ് വഹിച്ചിട്ടുണ്ട്, മരണം വരിച്ചിട്ടുണ്ട്, ചില സാധാരണ മനുഷ്യർ എന്നൊക്കെ പറയാണ്. അപ്പോ അതിനുശേഷം ഈ രണ്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് ഫാദർ അലോഷ്യസിന്റെ തീർത്ഥാടക സംഘത്തിനൊപ്പം റൂത്ത് നസ്രത്തിൽ ആഷേറിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ട് അപ്പോഴേക്കും 3 വർഷം കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കാം. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നസ്രത്തിൽ നിന്നുള്ള ഈ റൂത്തിന്റെ ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. ചാനലില് ഈ പെസഹ വ്യാഴാഴ്ച റൂത്ത് ഇവിടെ ആ പുരാതനമായിട്ട് ദേവാലയത്തിൽ പോയിട്ട് ഷൂട്ടിംഗ് നടത്തുന്നതും ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നും മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയാനും കൂടിയാണ് രണ്ടാമത്തെ അധ്യായം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് സിയോൻ സഞ്ചാരി എന്നുള്ളതാണ്. അതായത് ദുബായിൽ നിന്നും റൂത്ത് രക്ഷപ്പെട്ട് ഇങ്ങനെ ഇസ്രായേലിലേക്ക് എത്തിയ ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുകയും ചെയ്യുന്നത്. അപ്പൊ 3.5 വർഷം മുമ്പുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കുകയാണ്. 3.5 വർഷം മുമ്പ് 2017 സെപ്റ്റംബർ മാസം 20 ബുധനാഴ്ച ഈ സംഘടനകളെ മാറാപ്പ് ദുബായ് നഗരത്തിൽ ഉപേക്ഷിച്ച് വെളുപ്പിന് 5 മണിക്ക് റൂത്ത് ദുബായിൽ നിന്ന് വിമാനം കയറുകയാണ്. ചെന്നിറങ്ങിയത് അമാനിൽ ചെന്നിട്ട് വിമാനം ഇറങ്ങുകയാണ്. അപ്പോൾ സംഘത്തിന്റെ ഈ പാസ്പോർട്ടുമായിട്ട്, അതായത് ഈ തീർത്ഥാടക സംഘത്തിന്റെ പാസ്പോർട്ടുമായിട്ട് അവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഫാദർ അലോഷ്യസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. റൂത്തിന് വേണ്ടിയിട്ടും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ടൂറിസ്റ്റ് ബസ്സിൽ ഇവരെല്ലാം കയറി ജോർദാന്റെ ടൂറിസ്റ്റ് ബസ് അവർ മുമ്പോട്ട് പോവാണ്. അങ്ങനെ അവര് ഈ ടൂറിസ്റ്റ് ബസ്സിൽ മുമ്പോട്ട് പോകുന്ന നീലയും വെള്ളം ഡീലക്സ് കോച്ചുകളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പറയാണ്, പടമലയിലെ റൂത്ത് ഇനിയില്ല. ഇനി ഏത് റൂത്താ ഉള്ളത്? ഏതോ അപരിചിത സംഘത്തിനൊപ്പം അപരിചിതമായ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുന്ന വേറൊരു റൂത്ത്. അതായത് പടമലക്കാരിയായിട്ടുള്ള റൂത്ത് ദുബായിൽ നിന്നും അവിടെ സഹിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇനി പടമലയിലെ റൂത്തല്ല, ഏതോ ഒരു അപരിചിത ലോകത്തേക്ക് ഈ റൂത്ത് പോവുകയാണെന്ന് പറയാണ്. ആ സമയത്ത് ഇങ്ങനെ ഈ ബസ്സിലിരിക്കുമ്പോൾ തീർത്ഥാടക സംഘമൊക്കെ ഇങ്ങനെ ഒത്തിരി ആഹ്ലാദിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ റൂത്ത് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ തീർത്ഥാടക സംഘം താളമടിച്ച് പാടുകയാണ്. അവരുടെ മുഖങ്ങളൊക്കെ ചിരിയും പ്രസാദവും മനസ്സിൽ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. പക്ഷെ റൂത്തിന്റെ മനസ്സ് അനിശ്ചിതത്വത്തിന്റെ ഒരു മരവിപ്പ് മാത്രമാണ്. അതായത് മുമ്പിൽ ഒരു ശൂന്യതയാണ്. എന്താണ് മുമ്പോട്ട് എന്ന് റൂത്തിന് അറിയില്ല. മുമ്പിൽ ഒരു ശൂന്യത മാത്രം. ചെന്നു ചേരാൻ പോകുന്ന ഇടത്തെക്കുറിച്ച് റൂത്തിന് അറിയത്തില്ല. റൂത്തിനെ കൊണ്ടുപോകുന്ന ഈ ഫാദർ അലോഷ്യസിന് അറിയത്തില്ല. ഒരു യഹൂദ കുടുംബത്തിലേക്കാണ് പോകുന്നതെന്ന് മാത്രം അറിയാം. ബാക്കിയെല്ലാം സിസ്റ്റർ മെറ്റിൽഡ എന്ന പേരിൽ സിസ്റ്റർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം റൂത്തിന് അറിയാം. ഇങ്ങനെ റൂത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് റൂത്തിന്റെ സുഹൃത്തുക്കളെ നീനയൊക്കെ വന്ന് റൂത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവര് ജോർദാന്റെ അതിർത്തിയിലെത്തുകയാണ്. അപ്പൊ ആ സമയത്ത് ഫാദർ അലോഷ്യസ് പറയുന്നുണ്ട്, ഇതാ ജോർദാന്റെ അതിർത്തിയിലെത്തി, നമ്മൾ കിങ് ഹുസൈൻ പാലം കടക്കാൻ പോകുന്നു, അല്ലൻബി പാലം, പിന്നെ നൊമാൻസ് ലാൻഡിലേക്കാണെന്ന് പറയാണ്. അപ്പൊ മുമ്പിൽ ഒരു മരവിച്ച പാലം കാണുകയാണ്. അപ്പൊ അവിടെ കാറ്റിലാടുന്ന പതാക, ചുവപ്പ്, വെള്ള, കറുപ്പ്, പച്ച, നീല നിറത്തിലുള്ള പതാകയും അവിടെ കാണുകയാണ്. അങ്ങനെ ആ പാലം അവരെ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്നും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേറൊരു ബസ്സിലേക്ക് അവർ ചെന്ന് കയറുകയാണ്. അത് അടിമുടി വെളുത്ത ഇസ്രായേലി ബസ്. അതായത് അതിർത്തിയോളം എത്തിച്ച ഈ ജോർദാൻ ബസ്സിന്, ജോർദാനിൽ വന്ന ബസ്സിന് ഇനി ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവാദമില്ല. ഇനി ഇസ്രായേലിന്റെ ബസ്സിലാണ് അവരിനി യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളിവിടെ കാണുന്നുണ്ട്, അതായത് ജീവിതം കുലുക്ക് മറിഞ്ഞ ഈ ദുബായ് നഗരത്തെ അവള് ജോർദാന്റെ അതിർത്തിയിൽ ഉപേക്ഷിച്ചു എന്നും കൂടെ ഇവിടെ നോവലിസ്റ്റ് എഴുതി ചേർക്കണം. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഓർമ്മകളെല്ലാം അവിടെ ഇട്ടെറിഞ്ഞിട്ട് പുതിയൊരു ദേശത്തേക്ക്, ഇസ്രായേലിലേക്ക് അവളെ പ്രവേശിക്കുകയാണ്. ഇനി ആ ഒരു സമയത്ത് ഫാദർ അലോഷ്യസ് ആവേശത്തോടു കൂടി തന്നെ ഇസ്രായേലിലേക്ക് ചരിത്രം പറയുന്നുണ്ട്. അതായത് സമ്പൽ സമൃദ്ധിയുടെ കേദാരത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നതെന്നും പുരാതന കാലം മുതൽ തന്നെ വിദേശികളുടെ ആധിപത്യത്തിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട ഒരു നാടാണ് ഇസ്രായേൽ എന്നും ഈ AD 1-ാം നൂറ്റാണ്ടിലെ ജെറുസലേം നഗരവും ദേവാലയവും റോമക്കാർ നശിപ്പിച്ചത് മുതൽ യഹൂദര് അടിമകൾക്ക് തുല്യരായിട്ട് മാറിയെന്നും അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഫാദർ അലോഷ്യസ് പറയാണ്. ഇനി കുടിയേറി ചെന്ന എല്ലായിടങ്ങളിലും അവര് ഈ ഇസ്രായേൽ ജനം, യഹൂദ ജനം വെറുക്കപ്പെട്ട ജനമായിട്ട് മാറുകയും ചെയ്തു. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഹിറ്റ്ലർ 60 ലക്ഷത്തോളം യഹൂദരെ കൊന്ന കാര്യം കൂടെ
ഇവിടെ ഓർത്തെടുക്കുകയും ചെയ്യാണ്. ഇനി ഈ ഒരു 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉടലെടുത്ത ഒരു സയനിസ്റ്റ് പ്രസ്ഥാനമുണ്ട്. ആ സയനിസ്റ്റ് പ്രസ്ഥാനമാണ് പിന്നീട് ഒരു യഹൂദ രാജ്യം, ജൂത രാജ്യം എന്നുള്ള സ്വപ്നത്തിന് തിരികൊളുത്തുന്നത്. പിന്നീട് ലോകം മുഴുവനും ചിതറിയ ജനം, ഈ യഹൂദ ജനം ഈ വാഗ്ദാന ദേശം എന്ന് പറയുന്ന ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 1948 UN-ന്റെ അനുവാദത്തോടു കൂടി ഇസ്രായേൽ രാജ്യം ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് ഇസ്രായേലിലേക്ക് ആലിയ എന്ന പേരിലുള്ള യഹൂദ കുടിയേറ്റം ശക്തമായിട്ടുണ്ടാവുകയും അങ്ങോട്ടേക്ക് യഹൂദ മതത്തിൽപ്പെട്ട ഇസ്രായേൽക്കാരായിട്ടുള്ള ആളുകൾ കുടിയേറ്റപ്പെടുകയും ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു അനീതിക്ക് കൂടെ ആ ഒരു വിശുദ്ധ ദേശം സാക്ഷ്യമാകുന്നുണ്ടെന്നും കൂടെ ഈ ഫാദർ അലോഷ്യസ് പറയാണ്. ഇത് നക്ബ എന്നറിയപ്പെടുന്ന കൂട്ടപ്പലായനം, അതായത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇസ്രായേലിൽ പാർത്തിരുന്ന ജനവിഭാഗങ്ങൾ അവിടെ തുരത്തി ഓടിക്കപ്പെടുകയാണ്. 7 ലക്ഷം പലസ്തീനികളാണ് അന്ന് അഭയാർത്ഥികളാക്കപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയാണ്. അതായത് പിന്നെ അവിടെ ഭയങ്കരമായിട്ട് നീതി നിഷേധങ്ങളിൽ ഉണ്ടായതൊരു തുടർക്കഥയായിട്ട് മാറുകയാണ്. പലരും ജോർദാനിലേക്കും ലെബനോനിലേക്കും നമുക്ക് ഓടിപ്പോവുകയാണ്. എങ്ങോട്ടും പോകാനാകാത്ത ആളുകൾ അഭയാർത്ഥി കൂടാരങ്ങളിൽ മരിച്ചുവെച്ച് അവസാനിക്കാത്ത യുദ്ധത്തിൽ ഇരകളായിട്ട് മാറുകയും ചെയ്യാണ്. ഇനി ചിലര് ഇങ്ങനെ ഇതൊക്കെ ഈ കൊടിയ യാതനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവസാനം അവർ തീവ്രവാദികളായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒത്തിരി സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാ സമാധാന ശ്രമങ്ങൾക്കിടയിലും അധിനിവേശ ഭൂമി, അതായത് ഇസ്രായേൽ ഭൂമി ഇന്നും വലിയ യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും വാർത്തകൾ മാത്രമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഹമാസ് ആണെങ്കിൽ എപ്പോഴും പ്രകോപനപരമായിട്ട് സ്വയം നാശം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യാണ്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് ഇന്ന് പാലസ്തീൻ എന്നുള്ള കാര്യം കൂടെ ഇവിടെ രേഖപ്പെടുത്തുകയും വെക്കുകയാണ്. ഇങ്ങനെ അവസാനം ജീവിതത്തെ തകിടം മറിക്കാൻ കെൽപ്പുള്ള ചരിത്ര സംഭവങ്ങളെ കുറിച്ച് അന്നോളം റൂത്ത് ചിന്തിച്ചിരുന്നില്ല. കേട്ടുകൊണ്ടിരുന്നതൊക്കെ ഏതെങ്കിലും വിധത്തിൽ തന്നെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, നമ്മൾ കരുതിയില്ല, വിധി മറിച്ചായിരുന്നെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യാണ്. എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സും കേൾക്കുക. പറ്റിയാൽ നോവൽ മുഴുവൻ വായിച്ചാൽ അത്രയും നല്ലതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.